ദീ തു തേന്നാക്കരുത്. അത് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യണം. റെഡി? നവീജി ക്ഷീണിച്ചോ? കുറച്ചധികം നേരമായിട്ട് ഞങ്ങൾ എന്താ പറയുക ഷൂട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകളെന്നറിയാം. പക്ഷെ നമ്മുടെ മാതങ്കി ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക മാസ്റ്റർ ബിഹൈൻഡ് ദി ലൈക്ക് ഓൾ ദിസ്? ചേച്ചി തന്നെയാണ്. അടിപൊളി. ഇവർ രണ്ടുപേരൊന്ന് ഇത് ശ്രുതി, ഇത് അശ്വതി. ഇത് ഹൈദരാബാദിൽ MA ഭരതനാട്യം കഴിഞ്ഞ കുട്ടിയാണ്. ഭരതനാട്യം ചെയ്തത് കലാമണ്ഡലത്തിൽ നിന്നാണ്. ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ. ലാസ്റ്റ് 1 year ആയിട്ട് ഇവർ കൂടെ ഉണ്ട്. അതെ. ആസ് എ ടീച്ചർ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് നവീച്ചിയെ കുറിച്ച് പറയാനുള്ളതെന്ന് ഞാൻ ചോദിച്ചോട്ടെ? എന്തായാലും ഞാൻ ഒത്തിരി ഡാൻസ് സ്ട്രിക്റ്റ് ആണെന്നായിരിക്കും പറയാൻ പോകുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എത്ര നാളായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് നവി ടീച്ചർ എടുത്ത് ഡാൻസ് പഠിക്കുന്നുണ്ട്? 1.5 years. അത്രയായി. ഓക്കെ. നവി ടീച്ചർ ആസ് എ ടീച്ചർ, ഡാൻസ് ടീച്ചർ എന്ന നിലയിൽ എങ്ങനെയുണ്ട്? നല്ലതാണ്. നവി ടീച്ചറിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ? സ്ട്രിക്റ്റ് ആണ്. പഠിക്കുന്ന കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ്. വഴക്കൊക്കെ പറയാറുണ്ട് ഇടയ്ക്ക്? ഇല്ല. നിങ്ങൾ നവി ടീച്ചറിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ജാനകി ജാനയാണ് ഇഷ്ടം. നമ്മുടെ നന്ദനം ഇഷ്ടം. ആ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കല്യാണരാമൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടമാണോ? സോ ഇനി നമുക്ക് മാതങ്കിയിലെ തലമുതിർന്ന കുറച്ച് ആളുകളോടൊന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ കുട്ടികൾ പറഞ്ഞത് നവി ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെയാണോ? It depends on the situation. Ma'am, ചില ടൈം സ്ട്രിക്റ്റ് but all the time usually she is very loving. Okay. ഭയങ്കര സ്നേഹം. ഇവിടെ ഭയങ്കര പോസിറ്റീവ് വൈബാണെന്നാണ് എനിക്ക് വന്നപ്പോൾ തോന്നിയത്. അങ്ങനെയാണോ? അങ്ങനെയാണ് എപ്പോഴും. മാതങ്കി സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കാം. ഞങ്ങൾ വന്നിട്ട് 8 മാസമായിട്ടുള്ളൂ. ഫസ്റ്റ് ക്ലാസ്സിൽ തൊട്ട് തന്നെ നമ്മളെ ബേസിക്സ് പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ എക്സ്പ്രഷൻസ് തൊട്ട് എല്ലാം ഫോക്കസ് ചെയ്യും. അപ്പം സാധാരണ ബേസിക്സ് പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ കാല് ശരിയാവുന്നുണ്ടോ അല്ലെങ്കിൽ കൈ ശരിയാവുന്നുണ്ടോ എന്നുള്ളതാണ് എല്ലാ ടീച്ചേഴ്സും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് നമ്മുടെ എക്സ്പ്രഷൻസ് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിൽ നോട്ട് ഗോ റോങ് എനിവേ. ആദ്യം വന്ന കുട്ടികളെന്നോ പിന്നീട് വന്ന കുട്ടികളെന്നോ അങ്ങനെയുള്ളൊരു വേർതിരിവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എല്ലാവരെയും ഒരേ തട്ടിൽ ഒരേപോലെ പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു മൈൻഡ് എനിക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്നേഹം. അല്ലാതെ ഇത് പറഞ്ഞു പറയിപ്പിക്കുന്നല്ല. അല്ലല്ല, ഒരിക്കലും. മോള് ഇവിടെ പഠിക്കുന്നുണ്ട്. മോളുണ്ട്. അതാണ് ഏറ്റവും ഇവിടുത്തെ കുഞ്ഞു മോളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. ഓക്കെ. അടിപൊളി അടിപൊളി അടിപൊളി. ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പെർഫെക്റ്റ് ആണ് കാണുന്നവർക്ക്, വീട്ടുകാർക്കൊന്നുമില്ല. ഒരു മടിയില്ലാതെ ബ്ലോക്ക് ഉണ്ടാക്കുക. അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോംബെയിൽ അവിടെ വെച്ചായിരുന്നു അധികം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നാട്ടുകാർക്കൊക്കെ എന്നെ അറിയാലോ. നാണക്കേടല്ലേ? ഇപ്പോഴും നമ്മള് തിലകനങ്ങൾ മരിച്ചു, വേണുങ്ങൾ മരിച്ചു, അമ്പിളിയങ്ങൾ ഇപ്പം എത്രയോ കാലമായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇന്നസെൻ്റ് അങ്കിൾ മരിച്ചു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അങ്കിൾ മരിച്ചു. ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ നശ്വരമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നവ്യ നായർ ഒരു നടിയായതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. നവീച്ചയുടെ അടുത്ത് ഡാൻസ് പഠിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ അമ്മയുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. സോ മാതങ്കി ഡാൻസ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിതേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. ആൻഡ് ഇപ്പോൾ റൈറ്റ് നാവ് ഞാനുള്ളത് നമ്മുടെ നവീച്ചയുടെ വീടിനകത്താണ്. വളരെ ഭംഗിയായിട്ടുള്ള ഇൻറ്റീരിയർ കേട്ടോ, പറയാതിരിക്കാൻ പോയി, നല്ല ഭംഗിയുണ്ട്. സോ എന്നിട്ട് വിശേഷം എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമാണ്. ആൻഡ് നമ്മുടെ മാതങ്കി ഡാൻസ് സ്കൂളിനെ കുറിച്ച് വരുമ്പോഴേക്കും ഇപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ജേർണി തുടങ്ങിയിട്ട് 1 വർഷം ആയിട്ട് നിൽക്കുകയാണ്. സോ വൈ മാതങ്കി? എന്തുകൊണ്ട് മാതങ്കി സ്റ്റാർട്ട് ചെയ്തു? മാതങ്കി എൻ്റെ ഒരു ഡ്രീം ആയിരുന്നില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു നവ്യ എന്നാണ് ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതെന്ന്. അത് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു.
അപ്പം ഞാനിവിടെ ഒരു ഡാൻസ് സ്പേസ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും നാളെ ഒരു പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറേ കുട്ടികൾക്ക് ഡാൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോപ്പർട്ടീസൊക്കെ അതൊക്കെ വിചാരിച്ചിട്ടാണ് ശരിക്കും അത്രയും ഒരു സ്പേസ് ഞാൻ ഇട്ടത്. പക്ഷേ ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നത് പിന്നെ കുറച്ച് കൂടുതലായപ്പോഴേക്കും ഞാൻ വിചാരിച്ചൊന്നൊന്ന് തുടങ്ങി നോക്കാം. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു 10-20 പിള്ളേർ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ. പക്ഷെ അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴും കാരണം ടീച്ചിങ് ഒരു ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് വിദ്യയാണ്. അപ്പം അത് ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിൽ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഏറ്റവും റെസ്പോൺസിബിളായിട്ടും പ്യുവറായിട്ടും അതും ഒന്നും അറിയാതെ നമ്മൾ വിശ്വസിച്ച് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ ആത്മാർത്ഥമായിട്ട് എനിക്കറിയാവുന്നത് വളരെ പ്യുവറായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തുടങ്ങിയപ്പോൾ അതെത്രത്തോളം എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെയായിരിക്കും. കാരണം നമ്മൾ 1-2 പേരല്ലല്ലോ, അത് പെട്ടെന്നാണ് അത് കുറേ അധികം കുട്ടികളിലേക്ക് എത്തിയത്. പക്ഷേ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ബൈ ഗോഡ്സ് ബ്ലെസ്സിങ്സ്, പിന്നെ എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒരു എന്താ പറയുക അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റും, പിന്നെ നമ്മൾ പ്ലാൻഡ് ആണ്, എല്ലാം ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും ഓർഗനൈസ്ഡ് ആയിട്ടും പ്ലാൻഡ് ആയിട്ടും ചെയ്യുമ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാതങ്കിൽ ഇപ്പോൾ ഞാൻ വന്നപ്പോഴാണെങ്കിലും കണ്ട കുറച്ച് കാര്യങ്ങൾ, അമ്മയും മകളും രണ്ടുപേരും ഒന്നിച്ച് ഡാൻസ് പഠിക്കാൻ വരുന്നു. അങ്ങനെയുള്ള കുറച്ചധികം ഭംഗിയുള്ള എന്താ പറയുക കാഴ്ചകൾ കണ്ടു. സത്യം പറഞ്ഞാൽ മാതങ്കി ഒരു ഇൻസ്പിറേഷൻ കൂടെയാണല്ലോ ഒരുപാട് പേർക്ക്. അതെ, ഒരുപാട് അമ്മമാർ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ എൻ്റെ ഫസ്റ്റ് ആനുവൽ ഡേ കഴിഞ്ഞ സമയത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, തീരെ നൃത്തം പഠിക്കാത്ത സ്ത്രീകളൊക്കെ 35 വയസ്സിൽ ഇവിടെ ജോയിൻ ചെയ്തൊരു കുട്ടിയെ പറ്റിയൊക്കെ ഞാൻ എഴുതിയിരുന്നു. ഞാൻ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്ന ഒരാൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡാൻസ് ചെയ്യാന്നുള്ളത്. അതും പ്രോപ്പർ ഭരതനാട്യം. മറ്റും ഡാൻസ് പഠിച്ച കുട്ടികളുടെ കൂടെ തന്നെ നിന്ന് പഠിച്ച് അവരത് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്, ഷെഫീന എന്നാണ് പേര്. അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് കേട്ടോ നേരത്തെ പഠിച്ചിട്ട് എൻ്റെ സീനിയർ ബാച്ചിലുള്ളവർ കുട്ടികളുണ്ട്. അവരൊക്കെ നേരത്തെ പല സ്ഥലങ്ങളിലും പഠിച്ച് പിന്നെ കുറേ നാൾ ബ്രേക്കായി, മാരേജ് കഴിഞ്ഞു, കുട്ടികൾ ഉണ്ടായി, അതിനുശേഷമൊക്കെ ബ്രേക്കായിട്ട് വീണ്ടും വന്ന് അവരൊക്കെ വളരെ സ്ട്രോങ് ആൻഡ് എനർജറ്റിക് ആയിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൽ വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞ പോലെ അമ്മയും അതായത് കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരിക. അപ്പോൾ കുട്ടികൾ ചേർന്ന് കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ മറ്റുള്ള കുറച്ച് പ്രായമുള്ള ഒരു ഡാൻസ് ചെയ്യുന്നത് കാണുമ്പോൾ അപ്പോൾ അവർക്ക് തോന്നുന്നു ഞാനും കൂടി ട്രൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ അവർ ജോയിൻ ചെയ്യുന്നതാണ്. എപ്പോഴെങ്കിലും തോന്നിയ മാതങ്കി കുറച്ചുകൂടി നേരത്തെ ഞാൻ തുടങ്ങണമായിരുന്നു എന്നുള്ളത്? അങ്ങനെയൊന്നും തോന്നിയില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ. ഇപ്പോൾ നവീശയുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണ്ടത് ചെറുപ്പം തൊട്ട് തന്നെ ഈ ഡാൻസൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ചെറുപ്പത്തിൽ തന്നെ ഒരു ഏണിംഗ് ആയിട്ടുള്ള ഒരു ആളും കൂടെ, ഒരുപാട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻസി ഉണ്ടാവണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സമ്പാദിക്കാൻ തുടങ്ങിയ ആളാണ്. പക്ഷേ ചെറുപ്പം മുതലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്, പ്രത്യേകിച്ച് അച്ഛനാണ്. അപ്പം അതിനുശേഷം വിവാഹം കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഹസ്ബൻഡായി. പക്ഷേ അതിനുശേഷം എനിക്ക് 2017 എത്തിയപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് ഇതൊക്കെ എന്താണ്, ഫിനാൻഷ്യൽ ബാങ്ക് എന്താണ്, KYC എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയുന്നും കൂടി ഉണ്ടായിരുന്നില്ല എന്താ. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ എം ഇല്ലിറ്ററേറ്റ്, പക്ഷെ എനിക്ക് ആ മേഖല അറിയില്ല, കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും, കാരണം നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അഹങ്കാരമല്ല, അതൊരു അനിവാര്യതയാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടോ നമ്മളറിയാതെ മൈൻഡ് കണ്ടീഷൻഡായിട്ട് പലപ്പോഴും അത് നോക്കാൻ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് നമ്മളും കൂടെ ചേർന്ന്, പെൺകുട്ടികളും കൂടെ ചേർന്ന് അതിന് ഒരു മടി കൊടുക്കുന്നതാണ്. കാരണം ഇത് കുറേ കാര്യങ്ങളും കൂടി പഠിക്കണമല്ലോ, എനിക്ക് വേറെ കുറേ ജോലിയുണ്ട്, ഇനിയിപ്പോൾ ഇതും കൂടി വേണ്ട, അത് അച്ഛൻ നോക്കിക്കോളും അല്ലെ ചേട്ടൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ് നമ്മൾ വിടും. അതെന്താ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മൾ എന്തിലേക്കാണ് എത്തിപ്പെടുന്നതെന്ന്. ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരോ പെട്ടെന്ന് ഇല്ലാതെയായി എന്ന് വിചാരിക്കുക, നമ്മൾ നിലയില്ലാത്ത കടലിൽ പെട്ട പോലെ ആയിപ്പോവും. അപ്പോൾ എപ്പോഴും വണ്ടി ഓടിക്കാൻ പഠിക്കുക, നമ്മൾ നീന്താൻ പഠിക്കുക, സൈക്കിളെ ഓട്ടാൻ പഠിക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുക. എന്ന് വെച്ചാൽ ലോറി ഓടിക്കാൻ പഠിക്കണം എന്നല്ല, അതൊന്നും ഒരു അനിവാര്യത എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു സ്കൂട്ടറോ സൈക്കിളോ വണ്ടിയോ എന്നുവെച്ചാൽ കാറോ, അതുപോലെ ഫിനാൻഷ്യലി
ഒരു ചെക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്, ബാങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്, അതുപോലെ ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ സ്വന്തം മൊബൈൽ ബില്ല് സ്വന്തമായിട്ട് അടയ്ക്കുക, സ്വന്തമായിട്ട് റീചാർജ് ചെയ്യുക, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ടിക്കറ്റ് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാനോ എയർ ടിക്കറ്റ് ഞാൻ ട്രാവൽസിൽ പറയും. ഞാൻ അങ്ങനെ ഒരാളാണ്. കാരണം തെറ്റിപ്പോയാൽ കുറേ പൈസ നഷ്ടമാകുമല്ലോ, പിന്നെ കുറേ നേരം നിൽക്കണം. അപ്പോൾ വെനെവർ കൺവീനിയൻസ് ഇസ് അല്ലെങ്കിൽ യുവർ ടൈം ഇസ് മോർ വാല്യുബിൾ ദാൻ ദ പ്രോസസ്, ദെൻ ഗോ ഫോർ ഇറ്റ്. അതായത് നമ്മുടെ സമയം, ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനേക്കാൾ വാല്യുബിൾ ആയിട്ടും ബെറ്റർ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന നിസാരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. അത് ആണുങ്ങളോ പെണ്ണുങ്ങളോ എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരും ആവുക. ആൺകുട്ടികളിലും ഉണ്ടല്ലോ മടിയുള്ളവർ. സത്യം സത്യം. ഇൻഡിപെൻഡൻ്റ് ആവണം എല്ലാവരും. ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര കിടിലോ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അല്ലല്ല, കിടിലോ ഒന്നുമല്ല, ഭയങ്കര സ്പീഡ് കൂടുതലാ. അതാണ് ഞാനിങ്ങനെ കേട്ടിട്ടുള്ളത്. അതാണോ കിടിലോ? മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ വളരെ മിതമായ സ്പീഡിൽ അധികം കുലുക്കവും ചെറുക്കവും ഒന്നും ഇല്ലാതെ ഓടിക്കണതാണ് നല്ല ഡ്രൈവിംഗ്. ഞാൻ മറ്റേ റാഷ് ഡ്രൈവിംഗ്. അതുകൊണ്ടല്ലേ സ്ഥിരമായിട്ട് ഡ്രൈവർ ഉണ്ടല്ലോ വീട്ടിൽ, എല്ലാവരും സമ്മതിക്കില്ല. തനിയെ ഡ്രൈവ് ചെയ്യാറില്ലപ്പോ? അങ്ങനെ ഞാനോ വളരെ കുറവാ, വിടില്ല ആരും. ഈ പോക്കല്ലേ. ഈ തുടക്കം തൊട്ട് സിനിമകളൊക്കെ നോക്കിയാലും ലൈക്ക് ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പെർഫെക്റ്റ് ആന്ന് കാണുന്നവർക്ക്, വീട്ടുകാർക്കും ഒന്നുമില്ല. ഒരു മടിയില്ലാതെ ബ്ലോക്ക് ഉണ്ടാക്കുക. അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ബോംബെയിൽ. അവിടെ വെച്ചായിരുന്നു അധികം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നാട്ടുകാർക്കൊക്കെ എന്നെ അറിയാലോ, നാണക്കേടല്ലേ. അപ്പൊ അവിടെ പിന്നെ ആർക്കും അറിയില്ലല്ലോ, ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് മാനമായിട്ട് കിടക്കും. അല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അവിടെ നല്ല ട്രാഫിക് ആണല്ലോ. അപ്പൊ എനിക്ക് അവിടെ നന്നായിട്ട് ഞാൻ വണ്ടി ഓടിക്കും. ഈ പറയുന്ന പോലെ അങ്ങനത്തെ റോഡിലെ പക്ഷെ ഒരു ട്രാഫിക് സിഗ്നൽ റോങ് ആയിട്ട് ക്രോസ് ചെയ്യോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ നല്ല തിരക്കുള്ള സ്ഥലത്തേക്ക് റിവേഴ്സ് എടുക്കും. അതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് ഒക്കെ ആക്കി. സ്പീഡ് കൂടുതലാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ, നല്ലതല്ല. സ്പീഡ് കിൽസ്. അപ്പൊ ഞാനെപ്പോഴും അങ്ങനെ നന്നായിട്ട് വണ്ടി ഓടിക്കണവരെ സെലക്ട് ചെയ്യും എന്റെ വണ്ടി ഓടിക്കാനായിട്ട്. ഡ്രൈവ് ചെയ്യാനാണോ അതോ പാസഞ്ചർ ആയിട്ട് ഇത് പോകാനാണ് ഇഷ്ടം? പാസഞ്ചർ. അതാണ് ഇഷ്ടം. ജീവനിൽ കൊതിയുണ്ട്. അങ്ങനെ എൻ്റെ ജീവനും എൻ്റെ കൂടെ ഉള്ളവരുടെ ജീവൻ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ആ പണി അറിയാവുന്ന ഒരാളെ ഏൽപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലും വാല്യുബിൾ ആയിട്ട് നമുക്ക് ആ സമയം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യാൻ നിൽക്കരുത്. അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ പല കാര്യങ്ങളും ജോലികളും ചെയ്ത് തീർക്കുന്നത് എൻ്റെ യാത്രകളിലാണ്. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഓടിക്കാതിരിക്കുന്നതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്ന്, എൻ്റെ ആരോഗ്യം ശരിയാവും, വണ്ടി അവിടെ ഇടിക്കില്ല, ഞാൻ പൈസയും പോയില്ല. അതെ. രണ്ടാമത് എൻ്റെ കുറേ വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ നവീ ചേച്ചി ആസ് ആൻ ആക്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പെർഫോമർ ആയിട്ട് കണ്ടിട്ടുണ്ട്. ആസ് എ ടീച്ചർ കുട്ടികൾ പറഞ്ഞു നല്ല സ്ട്രിക്റ്റ് ആണ്, അങ്ങനെയാണോ? അവർ പറയുന്നതാണല്ലോ ശരി. പക്ഷെ ഞാൻ കണ്ടപ്പോഴേക്കും ഭയങ്കര കൂളായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ഇടപെടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് പക്ഷേ ഒന്ന് ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോസിറ്റീവ് ആയതായിരിക്കും. ഓക്കെ. അല്ലാതെ എനിക്കറിയില്ല ഞാൻ എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്നുള്ളത്. അവർ പറയുന്നതാണ് ശരി. അവർക്ക് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ സ്ട്രിക്റ്റ് ആയിരിക്കും ഞാൻ, അതുകൊണ്ടല്ലേ അവരങ്ങനെ പറയുന്നത്. അപ്പോൾ എന്നെ കാണുമ്പോൾ കുറേ പേര് ഞാൻ ഭയങ്കര ജാടയാണെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ടല്ല, ഇപ്പോഴും പറയുന്നുണ്ടാവും. പക്ഷെ അത് ഞാൻ എന്താണെന്നുള്ളത് അവർക്ക് അവർക്കാണത് അറിയാവുന്നത്. അപ്പം അവർക്ക് കാണുമ്പോൾ തോന്നുന്നത് എന്തോ അതാണ് അവരുടെ കാഴ്ചപ്പാടിലുള്ള ഞാൻ. അപ്പോൾ യഥാർത്ഥം ഞാൻ എന്താണെന്ന് എനിക്കേ അറിയുള്ളൂ. പക്ഷെ അത് ഞാൻ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേർക്കായിരിക്കും നമ്മൾ എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ അറിയാവുന്നത്, അല്ലേ? നമുക്കായിരിക്കും കൂടുതലായിട്ട്. യെസ്. പിന്നെ കുട്ടികളൊക്കെ പറഞ്ഞൊരു കാര്യം, നവീച്ചി ഭയങ്കര ഒരു എന്താ പറയുക, ചേച്ചിയെ പോലെയാണ്. ടീച്ചറാണ്, സ്ട്രിക്റ്റ് ആണ് ഭയങ്കരമായിട്ട്. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകണം. അതേസമയം ഒരു ചേച്ചിയെ പോലെ കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് ആയിരിക്കും. അവർക്ക് തോന്നിയാൽ എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. കാരണം അവര് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ആഫ്റ്റർ ഓൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ നല്ല പെർഫോമേഴ്സ് ആക്കണം. എനിക്കറിയാവുന്ന അറിവുകൾ അവർക്കും കൂടി പറഞ്ഞു കൊടുക്കണം. ഇവിടെ പഠിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ആരും ഇതാണോ എന്ന് ചോദിക്കാതിരിക്കണം എന്നുള്ളതാണ്.
പിന്നെ ഞാൻ ആ ഒരു പ്രാക്ടീസ് സെഷനിൽ നവീച്ച് പറഞ്ഞതായിട്ട് ഓർക്കുന്നു കേട്ടപ്പോഴേക്കും ഭരതനാട്യം ചെയ്യുന്ന ആൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത്. എത്രമാത്രം സ്ട്രോങ് ആയിരിക്കണം? നല്ലോണം സ്ട്രോങ് ആയിരിക്കണം. ഇറ്റ് ഇസ് വെരി ഒരുപാട് സ്ട്രെങ്ത്, എൻഡ്യൂറൻസ് വേണ്ട ഒരു ഡാൻസ് ഫോമാണ് ഭരതനാട്യം. സോ ഫിസിക്കലി ആൻഡ് മെൻ്റലി. ഫിസിക്കലി മേജർലി, മെൻ്റലി ഇതിൻ്റെ കൂടെ ആവും. ഈ ഫിസിക്കലി വെൻ യു ബിക്കം വെരി സ്ട്രോങ്, നാച്ചുറലി ഈ മെൻ്റലിയും കൂടെ സ്ട്രോങ്ങർ ആയിക്കോളും. കാരണം നല്ല സ്ട്രെങ്ത് ഉള്ളവർക്ക് മാത്രമേ ഇത്രയും ഫിസിക്കലി 2 മണിക്കൂർ കച്ചേരി ചെയ്യാൻ പാകത്തിൻ്റെ ശരീരത്തിനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഐ എം ടോക്കിംഗ് അബൌട്ട് പെർഫോമേഴ്സ്. അപ്പോൾ കച്ചേരി പെർഫോം ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ ബഹുമാനിക്കുന്നു. കാരണം വിച്ച് നീഡ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഒരുപാട് എഫേർട്ട് വേണം ഒരു പ്രോപ്പർ കച്ചേരി പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസർ ആവാൻ വേണ്ടി. അപ്പോൾ ആ നിലയിലേക്ക് വല്ലാത്തൊരു ഡെഡിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഭരതനാട്യം നിങ്ങൾ സ്ട്രോങ് ഡാൻസേഴ്സാണ് എന്ന് പറയും. അപ്പോൾ അവരുടെ ഉള്ളിൽ എപ്പോഴും സ്ട്രെങ്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അവർക്കും തോന്നും ടീച്ചർ സ്ട്രോങ് ആണ്, ഞങ്ങളും സ്ട്രോങ് ആവണം, അങ്ങനെ ഒരു വിചാരം വരും. ഞാൻ അവരുടെ മുമ്പിൽ കളിച്ച് കാണിച്ചു കൊടുക്കും. അപ്പം അവർക്ക് പറ്റാത്ത അടവുകളെല്ലാം ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കും. സോ ദാറ്റ് ഓക്കെ അപ്പം നമുക്ക് പറ്റും. ടീച്ചർക്ക് ഇത്രയും പ്രായമായിട്ട് ടീച്ചർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പറ്റുമല്ലോ. അപ്പം ഞാൻ അവരോട് ചോദിക്കും, എനിക്ക് ഇത്ര വയസ്സായില്ലേ, എന്നിട്ട് ഞാൻ ചെയ്യണില്ലേ, അപ്പം നിങ്ങൾക്ക് എന്തായാലും പറ്റും, നിങ്ങളൊക്കെ സ്ട്രോങ് കുട്ടികളല്ലേ എന്ന് ചോദിക്കും. അപ്പം അവർക്ക് പിന്നെ എപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, ഈ വാറിന് പോകുമ്പോഴാണെങ്കിൽ പോലും എന്താണ് അതിൻ്റെ ചീഫ് ചെയ്യുന്നത്? ദേ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം മോട്ടിവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ചെറിയ കുട്ടികൾക്കാണെങ്കിലും ശരി, എവിടെ നോക്കട്ടെ ഭയങ്കര സ്ട്രോങ് ആണല്ലോ, അസലായിട്ട് കളിക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദേ ഗെറ്റ് മോട്ടിവേറ്റ്. കുറച്ചിങ്ങനെ അറിയാതെയൊക്കെ പോവും. അപ്പോഴും നമ്മൾ അവരെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കും ടീച്ചർ നമ്മളെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ പെട്ടെന്ന് ദേ ഗെറ്റ് മോട്ടിവേറ്റഡ്. ഒരു പെർഫോമർ ആണല്ലോ നവീഷ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2-3 മണിക്കൂറൊക്കെ നീണ്ട് ഒരു പെർഫോം ചെയ്യാന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല. 2 മണിക്കൂറൊക്കെ. യെസ്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ആയിട്ടാണ് പല കോമ്പറ്റീഷൻസിലൊക്കെ കാണുന്നത്. സോ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് എത്രമാത്രം അത് പോസിബിൾ ആണത്? ആ ഒരു ട്രെൻഡ് എന്താണ്? കലോത്സവം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ പണ്ടൊരു സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അരി വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അതൊന്നൊരു വറ്റെടുത്ത് നെക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡാൻസിന് അതിനെ കുറേ പേര് കളിയാക്കാറുണ്ട്. ലൈക്ക് ഇങ്ങനെ കേരളത്തിൽ വർണ്ണം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആണ് എന്ന് പറഞ്ഞ് കളിയാക്കും. അതായത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഡാൻസേഴ്സ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഈ 14 ജില്ലയിലുള്ള കുട്ടികൾ മത്സരിക്കുമ്പോൾ 40 മിനിറ്റ് 50 മിനിറ്റൊക്കെയാണ് സാധാരണ വർണ്ണം. ഈ 50 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് പോട്ടെ 30 മിനിറ്റുള്ള വർണ്ണം വെച്ച് ചെയ്താൽ പോലും എത്ര മണിക്കൂർ വേണം ഒരു കോമ്പറ്റീഷൻ തന്നെ ആവുമ്പോൾ. അപ്പോൾ അങ്ങനെ പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പിന്നെ വർണ്ണം എന്തിനാ ഈ വർണ്ണം തന്നെ കളിക്കണേന്ന് പറഞ്ഞാൽ അതിലാണ് അഭിനയവും നൃത്തവും ഒരുപോലെ ചേർന്നിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ അത് കാണുമ്പോൾ ജഡ്ജ് ചെയ്യാനിരിക്കുന്നവർക്ക് മനസ്സിലാവും ഇവരിൽ എന്താണ് ടാലൻ്റ് ഉള്ളതെന്ന് ഏകദേശം മനസ്സിലാവും. അതാണ് കലോത്സവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്. അതിനപ്പുറത്തേക്ക് പിന്നെ അത് ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴാണോ അത് ഇങ്ങനെ മാറി ഡോക്ടർ MBBS അഡ്മിഷനിലേക്ക് പോയത്, അവിടെയൊക്കെ വന്നപ്പോഴാണ് അതിന് വേറൊരു മാർക്കിന് വേണ്ടിയിട്ട് എന്നൊക്കെ ഉള്ളൊരു ഇതില്ലേ. പക്ഷെ അതും ഞാൻ പറയല്ലേ, എല്ലാത്തിനും നല്ലതുണ്ട്. അതും ചെയ്തത് എന്തിനാ? ഇതിന് പോകുമ്പോൾ ഈ കുട്ടികൾക്ക് കുറേ ദിവസങ്ങൾ മിസ്സാവുന്നുണ്ട്. അതിനൊരു കോമ്പൻസേഷൻ ആയിട്ടാണ് ഗ്രേസ് മാർക്ക് വന്നത്. പിന്നീട് എന്തു പറ്റി? ജയിക്കാൻ വേണ്ടി ആൾക്കാർ ഗ്രേസ് മാർക്ക് കിട്ടി ഒട്ടും പഠിക്കില്ല, ഗ്രേസ് മാർക്കെങ്കിലും കിട്ടി ജയിക്കട്ടെ എന്ന് പറഞ്ഞ് കോമ്പറ്റീഷൻ വരുന്നവരുണ്ടായി. എനിക്ക് വളരെ പ്രൗഡാണ് കേരളത്തിലെ കലോത്സവത്തിൽ പങ്കെടുത്ത് വരുന്ന കുട്ടികളെ ഓരോരുത്തരെയും കാണുമ്പോൾ. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ കേരളത്തിലുള്ള എല്ലാ നർത്തകരും അവർക്ക് ഡീപ്പായിട്ട് തിയറി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ദേ ആർ ഓൾ ബ്രില്യൻറ്റ് ഡാൻസേഴ്സ്. ഇപ്പോൾ അതിനുശേഷം അവർ കലാക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്തേക്ക് അടിസ്ഥാനത്തോടുകൂടി പഠിക്കാനായിട്ട് പിന്നീട് അവർ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഐ എം ഷുവർ ഏറ്റവും നല്ല ഡാൻസേഴ്സായിട്ട് മാറും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ. വെരി ടാലൻറ്റഡ് കുട്ടികളാണ്. ഭയങ്കര അസാധ്യ മെമ്മറിയും നല്ല ഇൻ്റലിജൻസും ഭയങ്കര ഗ്രാസ്പിംഗ് പവറും
എന്തൊരു മിടുക്കരാണ് കേരളത്തിലുള്ള കുട്ടികൾ. ഐ റിയലി അപ്രീഷിയേറ്റ്. ഇപ്പോൾ ഡാൻസിൻ്റെ കേസിലാണെങ്കിലും എനിക്കൊന്നു പലപ്പോഴും ഈ പ്രൊഫഷണൽ ഡാൻസേഴ്സിന് ചിലപ്പോൾ വളരെ കുറച്ച് വ്യൂസും ലൈക്സും ഒക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ആളുകൾക്ക് അത്രയും വ്യൂസും മില്യൺസ് ഓഫ് വ്യൂസും ലൈക്സും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആസ് എ ഡാൻസർ അങ്ങനൊരു ഇത് തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു ഫ്ലോ ആണ്. ഈ കാണുന്നത് ഓഡിയൻസ് ആണ്, അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവർ കാണുന്നു. അപ്പോൾ 1 മില്യൺ കണ്ടു, 2 മില്യൺ കണ്ടു, അത് കാണുന്നവരുടെയാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് യഥാർത്ഥ ആർട്ട് എന്ന് പറയുന്നത്, അത് നശിക്കില്ല. ഇറ്റ് ഈസ് എറ്റേണൽ. ഭരതനാട്യം വിൽ ബി ദെയർ എറ്റേണലി, വേറെ എന്തൊക്കെ വന്നാലും. ബാക്കി ഈ 3 മില്യൺ 4 മില്യൺ എന്ന് പറയുന്ന സാധനങ്ങൾ വളരെ നൈമിഷികമാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ പറ്റി ഓർക്കില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഭരതനാട്യം നർത്തകരുണ്ടല്ലോ, നമ്മൾ ആരാധിക്കുന്ന എൻ്റെ ഗുരുവായ പ്രിയദർശിനി ഗോവിന്ദ്, രമാക്ക, മീനാക്ഷി അക്ക, ജാനകി അക്ക, ലീല സാംസൺ മാം, പത്മ സുബ്രഹ്മണ്യം മാം, ചിത്ര വിശ്വേശ്വരൻ മാം എന്ന് പറയുന്ന വലിയ വലിയ നർത്തകർ, നമ്മളിങ്ങനെ ധനഞ്ജയൻ സർ, ശാന്ത മാം, ഇങ്ങനെ നമ്മളിങ്ങനെ കൊതിയോടെ നോക്കുന്ന 1000 ഡാൻസേഴ്സ് ഉണ്ട്, ഭരതനാട്യം നർത്തകരുണ്ട്. അവരുടെ തട്ട് എന്നും താണിരിക്കും, അത് എന്നും ഒരുപോലെയാണ്. അവരുടെ ഓഡിയൻസ് വേറെയാണ്. അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഓഡിയൻസ് ആവണമെന്നില്ല. അവിടെ കിട്ടുന്ന കരഘോഷങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല. കാരണം അത് വേറൊരു ലൈനാണ്. അപ്പോൾ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ലൈക്സ് എന്ന് പറയുന്നത് അതിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരിതാ. ഇത് കുറച്ച് പണ്ട് നമ്മളുടെ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ ഫേസ്ബുക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് നമ്മൾ എന്താ പറയാ, പ്രായമുള്ളവരുടെയാന്ന് പറയും. അപ്പൊ അച്ഛന്മാരും അമ്മമാരും കുത്തിയിരുന്ന് പരദൂഷണം പറഞ്ഞ സാധനമാണ് ഫേസ്ബുക്ക്. ഞങ്ങൾ നോക്കാറില്ല എന്ന് പറയും. അപ്പോൾ ഇൻസ്റ്റഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ, സ്നാപ്ചാറ്റ്. സ്നാപ്ചാറ്റ് വന്നപ്പോ എന്താ, ഇത് ഈ 90s കിഡ്സിന്റെ പരിപാടിയാണ് ഇൻസ്റ്റഗ്രാം. നമ്മൾ ന്യൂജൻ എന്താ, സ്നാപ്ചാറ്റാ. അപ്പൊ ഇറ്റ് ഓൾവേസ് ചേഞ്ചസ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ റീലൊക്കെ പോകും. ദെൻ ദേ വിൽ ഫൈൻഡ് അതർ തിങ്സ്. പക്ഷേ നിങ്ങളിപ്പോഴും വിക്കിപീഡിയയിൽ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ദ ബെസ്റ്റ് ഭരതനാട്യം എക്സ്പോണൻസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ റീലല്ല വരിക. സത്യമാണ്. സോ ദാറ്റ് ഈസ് ദി ട്രഡീഷൻ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ആ പ്രോപ്പറായിട്ട് എന്നും നമ്മളെന്നും ലാലേട്ടനും മമ്മൂക്കിയ കാലത്രയായി അല്ലേ? സത്യം സത്യം. അപ്പോൾ യഥാർത്ഥ ടാലന്റ് എന്ന് പറഞ്ഞാൽ അത് എറ്റേണലാണ്. ഇപ്പോഴും നമ്മൾ തിലകനങ്ങൾ മരിച്ചു, വേണുങ്ങൾ മരിച്ചു, അമ്പിളിയങ്ങൾ ഇപ്പം എത്രയോ കാലമായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇന്നസെൻ്റ് അങ്കിൾ മരിച്ചു, ഒടുവിലുണ്ണി കൃഷ്ണങ്ങൾ മരിച്ചു. ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ നശ്വരമാണ്. അപ്പോൾ പ്യുവർ ആർട്ട് എന്ന് പറഞ്ഞാൽ അത് എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ലൈക്സ് സന്തോഷമാണ്. കുട്ടികൾക്ക് ലൈക്ക് കിട്ടുമ്പോൾ എൻ്റെ എത്രയോ വീഡിയോസ് അത്രയും മില്യൺ വ്യൂസ് സിനിമയ്ക്ക് ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല അല്ലേ. അതൊക്കെ ഞാൻ ഷെയർ ചെയ്യും സ്റ്റോറീസിൽ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ സിനിമ അഭിനയം നിർത്തിയിട്ട് ജനിച്ച കുഞ്ഞുങ്ങളാ. അവർക്കൊന്നും അത് എന്താന്ന് പോലും, ആ സിനിമ പോലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇപ്പോഴും അവരുടെ ഉള്ളില് ആ ശബ്ദമായിട്ട് നിലനിൽക്കാൻ എനിക്ക് പറ്റുന്നില്ലേ? സത്യം സത്യം. അതാണ്, അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ കൂടെ കിട്ടുന്നുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലസ് ആണ്, പ്ലസ് പോയിന്റ്. നവീച്ചയുടെ അടുത്ത് ഡാൻസ് പഠിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ അമ്മയുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവണം, കോൺടാക്ട് ചെയ്യണം. അതെ അതെ അതെ. പിന്നെ ഞാൻ നോക്കും. ഒരു സ്ക്രീനിങ് ഉണ്ടോ? ഉണ്ട് ഡെഫിനറ്റ്ലി. ലൈക്ക് അവരെന്തിനാ വരുന്നതെന്ന് ചോദിക്കും ഞാൻ. ലൈക്ക് വണ്ണം കുറയ്ക്കാൻ വരുന്നവരാണെങ്കിൽ ഇവിടെ ഡാൻസ് ക്ലാസ്സിൽ എടുക്കാറില്ല. അങ്ങനെ വരുന്നവരുണ്ടോ? അല്ല, അങ്ങനെ വരുന്നവരുണ്ട്. അതായത് ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ അവരെ അങ്ങനെ എടുക്കാറില്ല. ഓക്കെ. ഞാൻ പ്രോപ്പറായിട്ട് ഡാൻസ് പഠിക്കണം. അത് അങ്ങനെ വരുന്നവർക്ക് ഞാനിപ്പോൾ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ഞാൻ എത്ര പെയിൻ എടുത്തും അവരെ ഇന്നാക്കും. നമ്മുടെ മാതങ്കിൽ ഇപ്പോൾ മൊത്തം എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? എനിക്ക് കറക്റ്റായിട്ട് ചോദിക്കണമെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിക്കണം. എന്തായാലും 100 മുകളിൽ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അമ്മയാണ്. അഡ്മിനിസ്ട്രേറ്റർ കം എല്ലാം. മറ്റേ KNK പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ആകെ അറിയാവുന്ന ജോലി പഠിപ്പിക്കലാണ്. അല്ലാതെ പിന്നെ കൊറിയോഗ്രാഫി ചെയ്യുന്നത് അതല്ലാത്ത ബാക്കി എല്ലാ. അമ്മ ടീച്ചറായിരുന്നു, മാത്സ് ടീച്ചറായിരുന്നു, ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ
അമ്മ പ്രിൻസിപ്പലൊക്കെ ആവേണ്ട ആളും ആയിരുന്നു. എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് ആവാൻ പറ്റാതിരുന്നുണ്ട്. പക്ഷെ ഒരു പ്രിൻസിപ്പളിൻ്റെതായ എല്ലാ ജോലികളും ചെയ്ത ആളാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മാതങ്കിയുടെ പ്രിൻസിപ്പൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിത്തറയായിരുന്നു അത്. എനിക്കതുകൊണ്ട് ഭയങ്കര സുഖമായിരുന്നു. കാരണം ബീയിങ് എ ടീച്ചർ അമ്മയ്ക്ക് എല്ലാ സ്റ്റുഡൻസിന്റെയും പേരറിയാം. ഇവിടെ ഇത്രയും ബാച്ചസ് ഉണ്ട്. ഇത്രയും ബാച്ചസിൽ 10 തൊട്ട് 11 വരെയുള്ള ബാച്ച്, 11:30 വരെ ഉള്ള ബാച്ച് ചെറിയ കുട്ടികളുടെ ബാച്ചാ. ആ ബാച്ചിന്റെ പേര് പറഞ്ഞാൽ അതിലുള്ള എല്ലാ കുട്ടികളുടെയും പേര് അമ്മ പറയും. അതുപോലെ 4 to 5:30 ബാച്ച് എന്ന് അത്രയും പറഞ്ഞാൽ അമ്മ എല്ലാ കുട്ടികളും, അതായത് ജോയിൻ ചെയ്യുന്നവരുടെ പേര് അങ്ങനെ അങ്ങ് പഠിക്കുക. ഇന്ന് ടീച്ചറിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഞാൻ കുറെ ദിവസം എടുക്കും പഠിക്കാനായിട്ട്. 1 വർഷമായവരെയൊക്കെയാണ് എനിക്ക് നല്ല പരിചയം. പുതിയ കുട്ടികളെ ഞാൻ മെല്ലെ മെല്ലെ ഇപ്പൊ അരങ്ങേറ്റം ഫസ്റ്റ് ആനുവൽ ഡേ കഴിഞ്ഞ സമയത്ത് പെർഫോം ചെയ്തവരുണ്ട്. അപ്പൊ അവരെല്ലാരും എനിക്കറിയാം. കാരണം വിളിച്ച് 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 ഇല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കും. എല്ലാരും കൂടെ വലത്തോട്ടൊക്കെ പോകും. അവിടെ പേര് പഠിച്ചേ പറ്റൂ. പക്ഷെ അമ്മയ്ക്ക് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ആൻഡ് താങ്ക്സ് ടു അമ്മ ആൻഡ് ഓൾസോ അച്ഛൻ. അമ്മ ഉള്ളതുകൊണ്ടാണ് ശരിക്കും മാതങ്കി വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നത്. ആൻഡ് അമ്മയ്ക്ക് എപ്പോഴും ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടു കൂടി ഈശ്വരൻ എനിക്ക് കൂടെ തരണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. നൃത്തം ഒരു അഭിനേതാവ് എന്ന നിലയിൽ എത്രമാത്രം ഇൻപുട്ട് നൽകിയിട്ടുണ്ടാവും നവീച്ചയ്ക്ക്? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് എ ഡാൻസർ. കാരണം നമ്മൾ നാച്ചുറലി ടൈമിങ് പഠിക്കും. കാരണം ഒരു ടൈം ഫ്രെയിമിനുള്ളിലാണ് നൃത്തം ചെയ്യുന്നത്. താളം എന്ന് പറഞ്ഞാൽ അഭിനയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു നീഡ് ടു ഹാവ് ടൈമിങ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആക്ടറിന് ഉണ്ടാവേണ്ടത്. അതെനിക്ക് തോന്നുന്നു ഞാൻ ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് വളരെ. പിന്നെ ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എല്ലാ സിനിമയിലും പാട്ടുണ്ട്. അപ്പൊ ഡാൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇൻ കേസ് ഒരു നമ്മുടെ മാർക്ക് ആൻ്റണി മൂവിയിലെ പോലെ ടൈം ട്രാവൽ ചെയ്ത് ഒരുപാട് വർഷം പിന്നിലേക്ക് പോകാനായിട്ടൊരു ചാൻസ് കിട്ടുന്നിരിക്കട്ടെ. അപ്പോൾ നവീച്ചയുടെ കുഞ്ഞു നവിയോട് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പ്? ലേൺ ടു ബി ഇൻഡിപെൻഡൻറ്റ്. ആൻഡ് ഈ ഒരു ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് എന്താ പറയുക പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളുണ്ട്. അവരോടൊക്കെ ആയിട്ട് നവീച്ചയ്ക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നതിൽ നല്ലത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് രണ്ടുപേർക്കും കൊടുക്കുന്നതല്ലേ? അങ്ങനെയല്ല, ചില കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ചിലപ്പോൾ കൂടുതൽ അവസരങ്ങൾ കിട്ടും, ചിലതിൽ ചിലപ്പോൾ കുറയും. ഈക്വലൈസ് ചെയ്യാൻ നമുക്ക് എല്ലാ സ്ഥലത്തും പറ്റില്ല. ഓക്കെ, ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഈക്വലൈസ് ചെയ്താൽ മതി. ഇപ്പൊ ഭാരം ചുമക്കാൻ സ്ത്രീകൾക്ക് അത്രയും പറ്റില്ലല്ലോ. ഏതെങ്കിലും 1-2 ആൾക്കാരെ നമ്മൾ എടുക്കാൻ പറ്റില്ല. ജനറലി നമ്മൾ പറയും ഇപ്പൊ അങ്ങനെ ഫിസിക്കൽ കാര്യങ്ങൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് പോയിട്ട് അത് ചെയ്യാൻ പറ്റും. പ്രസവിക്കാൻ ഈക്വൽ ആയിട്ട് ആണുങ്ങളും കൂടി പ്രസവിച്ചോളൂ പറഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ. ഇല്ല, പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പറ്റുമായിരിക്കും കേട്ടോ, ഇപ്പൊ പറ്റില്ലാന്ന് ആണ്. കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ, വളർന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഷെയർ ചെയ്യുന്നൊരു സമയം വരികയാണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. എല്ലാവരും ഇപ്പോ കാര്യങ്ങളെ പോസിറ്റീവായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും കാണാൻ കഴിവുള്ളവരാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പലപ്പോഴും ഇപ്പോഴും ഇതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പോഴും എൻ്റെ ഫാമിലിയിൽ വരെ ചിന്തിച്ചു പോകുന്ന ചില കൺസർവേറ്റീവായിട്ടുള്ള കണ്ടീഷൻഡ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്. പെൺകുട്ടികളത് ചെയ്യാൻ പാടില്ല, ആൺകുട്ടികൾ ഇത് ചെയ്യാൻ പാടില്ല, കരയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ചില. ഐ ഹാവ് സീൻ യു വെയറിങ് എൻ ആങ്ക്ലെറ്റ്. ഓക്കെ, വിച്ച് ഇസ് സംതിങ് ജനറലി ആൺകുട്ടികൾ ചെയ്യാത്തൊരു കാര്യമാണ്. ബട്ട് ഐ ഫെൽറ്റ് ഇറ്റ് ഗുഡ് ബിക്കോസ് വൈ ഓൺലി ദം? അങ്ങനെയൊന്നുമില്ല. ഈ രൺവീർ സിംഗിന്റെ ചില വേഷങ്ങളൊക്കെ കണ്ടിട്ടില്ല, വളരെ സ്ത്രീകളിടുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മള് അറിയാതെ ബ്ലൂ കളർ ഇസ് ഫോർ ബോയ്സ്, പിങ്ക് കളർ ഇസ് ഫോർ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാനും അത് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും മാറ്റുന്നതല്ല നമ്മുടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നിങ്ങൾ കാലിൽ ആങ്ക്ലെറ്റ് ഇടുന്നതോ രൺവീർ സിംഗ് സാരി ഉടുക്കണതോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എൻ്റെ മനസ്സിലെ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അവനവനക്ക് പറ്റുന്ന കാര്യങ്ങളിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് തരംതിരിക്കേണ്ട ആരെയും ഒന്നിനും. അല്ലേ? ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, ഹേർട്ട് ചെയ്യാതെ, മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ, ഹേർട്ട് ചെയ്യാതെ, ഇൻസൾട്ട് ചെയ്യാതെ. എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിലെപ്പോഴും തോന്നുന്നത് ഏറ്റവും
എംപതറ്റിക് ആയിട്ടുള്ള മനുഷ്യരായിട്ട് നമ്മൾക്ക് വളരാൻ പറ്റട്ടെ. ഓക്കെ, ദെൻ അബൌട്ട് നമ്മുടെ മാതങ്കി ഫെസ്റ്റിവലിനെ കുറിച്ച് അതെങ്ങനെ ഹാപ്പൻ ചെയ്തു? മാതങ്കി ഫെസ്റ്റിവൽ എനിക്ക് വലിയൊരു ഡ്രീമായിരുന്നു. അങ്ങനെ കാരണം ഞാൻ ഒക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ വലിയ പെർഫോമൻസസ് കാണാൻ അവസരങ്ങളുണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് ഒരുപാട് ഒരു ഡാൻസറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കാഴ്ചയാണ്, കാണണം. യു ഹാവ് ടു വാച്ച് എ ലോട്ട് ഓഫ് വേഴ്സറ്റൈൽ പെർഫോമൻസസ്. അപ്പോൾ അതുപോലെ നമ്മൾ കേൾക്കണം, അതുപോലെ നമ്മൾ വായിക്കണം. അപ്പോഴാണ് ആ ജേണി പഠനത്തോടൊപ്പം ഇതും കൂടി ഉണ്ടെങ്കിലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ തൃപ്പൂണിത്തറ JT പാക്കിലാണ് മാതങ്കി ഫെസ്റ്റിവൽ നടത്തിയത്. പ്രഗത്ഭരായിട്ടുള്ള നർത്തകരെ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. രമ വൈദ്യനാഥൻ, മീനാക്ഷി ശ്രീനിവാസൻ, എൻ്റെ ഗുരുവായ പ്രിയദർശിനി ഗോവിന്ദ്, ജാനകി രംഗരാജൻ, ഓൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വൺ ആൻഡ് ഓൺലി സൂര്യ കൃഷ്ണമൂർത്തി സർ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ഒരു ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ ഒരു കൊടുമുടി, അല്ലെങ്കിൽ ആൾക്കാർക്ക് അത്രയും കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഫെസ്റ്റിവൽ, ക്ലാസിക്കൽ ആർട്ട് ഫോംസിന് ഒരു ഫെസ്റ്റിവൽ കൊണ്ടുവന്ന് ഇത്രയും വർഷങ്ങളായിട്ട് ഫോർ മോർ ദാൻ 40 years ആയിട്ട് 100-110 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് അത് ആഘോഷിക്കാൻ കഴിഞ്ഞ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് സൂര്യകൃഷ്ണമൂർത്തി സാറാണ്. അപ്പോൾ മൂർത്തി സാറിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയ ഡാൻസേഴ്സിനെയൊക്കെ അപ്രോച്ച് ചെയ്തതും അവരുടെ പെർഫോമൻസസ് ഇവിടെ കൊണ്ടുവരാനായിട്ട്. ഒരു എളിയ കലാകാരി കമ്പയർഡ് ടു ഓൾ ഓഫ് ദെം, എനിക്ക് അവരെ ഇവിടെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിപ്പിക്കാൻ, അത് ക്യൂറേറ്റ് ചെയ്യാൻ, അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ കണക്കാക്കുന്നത്. ഇനിയും മേൽക്കുമേൽ എല്ലാ കൊല്ലവും ഫെസ്റ്റിവൽ നടത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കണമെന്ന്. കാരണം എന്നെ കുറേ സ്പോൺസേഴ്സ് ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് സംഭവിച്ചത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. സോ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നവ്യ നായർ ഒരു നടിയായതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയത്, എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയത്. ഞാൻ വിളിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞത്. അത് ഞാനെന്ന് പറയുന്ന നടിയോട് കാണിച്ചൊരു ബഹുമാനമാണ്. അതിൽ ഞാൻ എല്ലാ സ്പോൺസേഴ്സിനോടും എന്നും കടപ്പെട്ടിരിക്കും. ആൻഡ് ഐ വിഷ് മാതങ്കി ഫെസ്റ്റിവൽ വിൽ ഡെഫിനറ്റ്ലി ബി വൺ അമംഗ് ദ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽസ് ഇൻ കേരള. അത്രയേ ഉള്ളൂ എനിക്ക് ഈ വിമൻസ് ഡേയിൽ പറയാനായിട്ട്. ബി പേഷ്യൻറ്റ്, എൻജോയ് യുവർ ലൈഫ്, ലെറ്റ് അതേഴ്സ് ലിവ്. ക്ലീഷേഡ് ആണെങ്കിൽ പോലും ബി ഇൻഡിപെൻഡൻറ്റ്, ബി ഹാപ്പി, ബി എനർജറ്റിക്, ബി ഹെൽത്തി. സോ ഇത്രയും കാര്യങ്ങളാണ് നവീജിക്ക് പറയാനുള്ളത്. ആൻഡ് മാതങ്കി സ്കൂൾ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് വർഷക്കാലം മുൻപോട്ട് പോകട്ടെ, ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്യട്ടെ. താങ്ക് യു.